ആ സഹോദരൻ്റെ കരച്ചിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് യോഗി എന്ന നരാധമൻ ഭരിക്കുന്ന UP-യിൽ ഉത്തർപ്രദേശ്, അവിടെ ഒരു ആശുപത്രിയിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അസുഖബാധിതയായി ആ മനുഷ്യൻ, ആ യുവാവ് അദ്ദേഹത്തിൻ്റെ കുടപ്പിറപ്പിനെ, സഹോദരിയെ, പെങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുവരികയാണ്. അവിടെ ചികിത്സയ്ക്കിടയിൽ ആ പെൺകുട്ടി മരണപ്പെടുകയാണ്. മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് ആ ഡെഡ് ബോഡി അവൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു ആംബുലൻസ് ഇല്ല അവിടെ. എന്നാൽ ആ സ്ഥലത്ത് നിങ്ങളൊരു പശുക്കുട്ടിയായിരുന്നു ആ ചത്ത് കിടക്കുന്നതെങ്കിൽ ആ പശുക്കുട്ടിയെ അതിൻ്റെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ AC ഉള്ള, ഫുൾ ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസാണ് അവിടെ വരിക. ഈ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ വഖഫ് ബില്ല് അത് നിയമമായി കഴിഞ്ഞു. ഇവിടെ CAA, NRC അതുപോലെയുള്ള നിയമങ്ങളെല്ലാം ചുട്ടെടുത്തു, കാടൻ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് ഇന്നലെ പുതിയൊരു വാർത്ത കേട്ടത്, മീൻ കച്ചവടക്കാർ അവരുടെ കച്ചവട സ്ഥാപനത്തിനടുത്ത് അവർക്ക് ദിവസവും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം പണിഞ്ഞിരുന്നു. ആദ്യം അവിടെ മീൻ മാർക്കറ്റായിരുന്നു. മീൻ മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്ത്, വൃത്തിയുള്ളൊരു ഭാഗത്ത് അവരെല്ലാവരും ഏകോപിച്ചുകൊണ്ട് കണ്ടെത്തിയൊരു സ്ഥലത്ത് ഒരു ചെറിയ ക്ഷേത്രം അവർക്ക് പ്രാർത്ഥിക്കുവാൻ ആ ക്ഷേത്രം പണിതോ. അതിനുശേഷം RSSകാർ വന്നു. അവർ പറഞ്ഞത് എന്താണെന്നറിയോ? അമ്പലത്തിൻ്റെ അടുത്ത് മീൻകട പാടില്ല എന്നും പറഞ്ഞിട്ടിപ്പോൾ മീൻകടകൾ അടിച്ചു തകർത്തിരിക്കുകയാണ്. മീൻകടകൾ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? മീൻകടകൾ ഉള്ള അതൊരു ഏരിയയിൽ മീൻകടകൾ മാത്രമാണ്, മത്സ്യ മാർക്കറ്റാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മനുഷ്യ, മീൻ കച്ചവടക്കാരാ, UP-യിലെ മീൻ കച്ചവടക്കാരാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ അവരെ നിങ്ങൾ എവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന ഹിന്ദുത്വ പരിവാറിൻ്റെ ഒരു നാടായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം. ഇവിടെ വർഗീയതയാണ് വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് പറയാതിരിക്കാൻ കഴിയില്ല സഹോദരന്മാരെ. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ ചാടി ഇറങ്ങി ആ ഒരു ലെവലിൽ, ഇപ്പോൾ പശു ഇറച്ചിയുടെ പേരിൽ എത്രയെത്ര ജീവനുകളാണ് ഇവിടെ കവർന്നെടുത്തത്, തല്ലിക്കൊന്നത്. അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, അതുപോലെ മറ്റു പല കാര്യങ്ങളുടെ, ജയ് ശ്രീറാമിൻ്റെ പേരിൽ എത്രയെത്ര കൊലകൾ, എത്രയെത്ര തല്ലിക്കൊലകളാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. പശു ഇറച്ചിയുടെ പേരിൽ ഒരു ജവാൻ്റെ പിതാവിനെപ്പോലും വളരെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന, രാവും പകലും നിന്ന് ചൂടും തണുപ്പും വകവെക്കാതെ ഇന്ത്യ മഹാരാജ്യത്തിന് കാവൽ നിൽക്കുന്ന ജവാൻ്റെ, പട്ടാളക്കാരൻ്റെ പിതാവിനെപ്പോലും പശു ഇറച്ചിയുടെ പേരിൽ തല്ലിക്കൊന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് മനുഷ്യൻ്റെ മയ്യത്തിൻ്റെ, മനുഷ്യൻ്റെ ഡെഡ് ബോഡിയുടെ, മൃതദേഹത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമ്മൾ ഇതിനു മുമ്പേ ഭാര്യയുടെ മൃതദേഹം കൊണ്ടുപോകുവാൻ ആംബുലൻസ് ഇല്ല, മറ്റു വാഹന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഉടുത്ത തുണിയിൽ കെട്ടിയിട്ട് ഏറ്റി നടന്ന ഒരു മനുഷ്യൻ്റെ ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു. ആ മൃതദേഹവുമായിട്ട് പോകുന്ന ആ മനുഷ്യൻ്റെ ഒപ്പം ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ കരയുന്ന പെൺകുട്ടിയുടെ ആ കണ്ണീരിലേക്ക് നോക്കിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹത്തിൻ്റെ തുടിപ്പ് അല്പമെങ്കിലും അവശേഷിക്കുന്ന മനുഷ്യത്വം അത് തീരെ നിലച്ചു പോകാത്ത ആളുകൾ ചോദിച്ചിരുന്നു ഒരു ആംബുലൻസ്. ഈ പശുക്കൾക്കും കഴുതകൾക്കുമടക്കം ആംബുലൻസ് സർവീസ് നടത്തുന്ന UP-യിലും മധ്യപ്രദേശിലും മറ്റു സംസ്ഥാനങ്ങളിലും മനുഷ്യൻ്റെ മൃതദേഹം ആദരവ് കാണിക്കേണ്ട ഏത് വിഭാഗമോ ആവട്ടെ, ആ ആദരവ് കാണിക്കേണ്ട ആ മൃതദേഹം അത് കെട്ടിപ്പൊതിഞ്ഞും അതുപോലെ മുളത്തണ്ടിൽ കെട്ടിയും ഇതുപോലെ സ്വന്തം ശരീരത്തിൽ ആ യുവാവ് മൃതദേഹം ബാക്കിൽ വെച്ചുകൊണ്ട് പിന്നീട് അയാൾ കയറിയിരിക്കുകയാണ്. പിന്നെ ഷാള് കൊണ്ട് ബാക്കിലേക്ക് സ്വന്തം സഹോദരിയെ, ആ സഹോദരിയെ ചെറുപ്പകാലത്ത് എടുത്തുകൊണ്ട് നടന്നിരുന്ന ആ സഹോദരിയെ എന്തെങ്കിലും തനിക്ക് ലഭിച്ചാൽ അത് ആ സഹോദരിയുടെ വായിലേക്കും വെച്ച് കൊടുക്കുന്ന, ആ സഹോദരിയെ ഉമ്മ കൊണ്ട് മൂടിയിരുന്ന, ആ സഹോദരി വീണാൽ അവളുടെ ദേഹത്തൊരു പോറലേറ്റാൽ സങ്കടപ്പെട്ടിരുന്ന ആ യുവാവ്, ആ സഹോദരൻ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് സ്വന്തം പെങ്ങളുടെ, സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ചോരയുടെ മയ്യത്ത് മുതുകിൽ വെച്ച് കെട്ടിക്കൊണ്ട്
ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെരുവിലൂടെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ തുറിച്ചു നോക്കുന്ന അവസ്ഥയിൽ ലജ്ജാവഹമായ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വർഗീയതയുടെ ഫണം വിടർത്തുന്ന വിഷബീജങ്ങളെ നിങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, രാജ്യത്തെ സഹോദരങ്ങളുടെ സാഹോദര്യത്തിന് വേണ്ടി നിങ്ങളുടെയൊക്കെ തുടക്കം മുതൽ ഇന്ന് വരെ എന്തെങ്കിലും നന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾക്കും പറയുവാനുള്ളത്. അതുതന്നെയാണ് ഞങ്ങൾക്കും അറിയാനുള്ളത്. വർഗീയത വളരട്ടെ, നിങ്ങളുടെ ജന്തുശാസ്ത്രം ഇവിടെ നീണാൾ വാളട്ടെ, അത്രേ ഉള്ളൂ പറയുവാനുള്ളത്. ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, തുടർന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന ഉറപ്പോടെ. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.